സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട്ടെ ഫറൂഖിലെ അബ്ദുൾ റഹീമിനായി സുരേഷ് ഗോപി ഇടപെടുന്നു. വിശദവിവരം സൗദി അംബാസഡറെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ശിക്ഷാ കാലാവധി നീട്ടിവെക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താനാണ് ശ്രമം. ഇപ്പോൾ വളരെ ഏപ്രിൽ 16 വരെ സമയമുള്ളൂ. കുറച്ച് ദിവസം കൂടി നീട്ടിവെക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മളൊക്കെ വളരെ ശ്രമം നടത്തുന്നുണ്ട് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 34 കോടി രൂപ ബ്ലഡ് മണി സമാഹരിക്കാൻ. അപ്പോൾ എന്തായാലും ദിവസങ്ങൾ നീട്ടിവെച്ചാൽ അതൊരു ആശ്വാസമാകും. നമുക്ക് കുറച്ചുകൂടെ സാവകാശവും സമയവും ലഭിക്കും. എന്തായാലും സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഇടപെടുന്നു എന്നറിയുന്ന വളരെ സന്തോഷമുള്ള കാര്യം. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, സുരേഷ് ഗോപിയുടെ ഈ കാര്യത്തിലെ അഭിപ്രായം എന്താണ്? ഗുഡ് മോർണിംഗ്. ഈ അബ്ദുൽ കരീമിന്റെ കേസുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ സുരേഷ് ഗോപി തേടിയിട്ടുണ്ട്. അതിനു പുറമെ ഈ കേസിൽ, അതായത് അബ്ദുൽ കരീമിന്റെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള, കുറച്ചു മാസങ്ങൾ കൂടി നീട്ടിവെക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ സുരേഷ് ഗോപി നേരിട്ട് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാവൽ മന്ത്രിസഭയായതുകൊണ്ട് തന്നെ മന്ത്രിതല ഇടപെടൽ ഈ കാര്യത്തിൽ പ്രായോഗികമല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ കാര്യങ്ങൾ കൂടുതൽ നയതന്ത്ര തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൗദി അംബാസിഡർ സുഹൈലുമായും ഒപ്പം ഒമാൻ അംബാസിഡർ അമിത് എന്നിവരുമായും സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി സംസാരിക്കുമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നയതന്ത്ര തലത്തിൽ കൂടുതൽ വേഗത്തിൽ ഇടപെടൽ നടത്തി എത്രയും വേഗം തന്നെ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അബ്ദുൾ റഹീമിന്റെ കുടുംബവുമായും സുരേഷ് ഗോപി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.